വാർത്തകൾ തുടരുന്നു. ദുരിതം തീർത്ത് കനത്ത മഴ തുടരുന്നു. കനോലി പുഴ കരകവിഞ്ഞൊഴുകിയത് മൂലം കാക്കാതുരുത്തി പ്രദേശം പ്രളയത്തിൽ മുങ്ങി. ലാൽ ബഹദൂർ ശാസ്ത്രി കോളനിയിലെ 30-ലധികം വീടുകളിൽ വെള്ളം കയറി. കിടപ്പുമുറികളും അടുക്കളയും വെള്ളത്തിലായ വീടുകളിൽ നിന്ന് പാത്രങ്ങളും വീട്ടുപകരണവും ഒഴുകിപ്പോയി. വൃദ്ധരും രോഗികളും കുട്ടികളും അടങ്ങുന്ന 100-ലധികം മനുഷ്യരുടെ ജീവൻ പോലും ഭീഷണിയിലാണ്. കനോലി കനാൽ നിറഞ്ഞൊഴുകുകയാണ്. മുട്ടിനുമീതെ ഉയർന്ന വെള്ളത്തിൽ നീന്താൻ പോലും ആവാത്ത അവസ്ഥയിലാണ് കോളനിക്കാർ. വെള്ളം പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നതിനാൽ കോളനി നിവാസികൾ ഭീതിയിലാണ്. പുഴയോട് ചേർന്ന ഭാഗത്ത് താമസിക്കുന്ന പുതിയ വീട്ടിൽ ജമീലയുടെ ഓടുവീട് ഏത് സമയത്തും ഒഴുകിപ്പോകാവുന്ന അവസ്ഥയിലാണ്. വീടിനോട് ചേർന്ന വളർത്തുമൃഗങ്ങളുടെ കൂടുകളിലും വെള്ളം കയറി. തട്ടിക്കാട്ട് ശാന്ത ശിവദാസിന്റെ കിടപ്പുമുറിയിലെ കട്ടിലും അടുക്കളയും വെള്ളത്തിൽ മുങ്ങിയതിനാൽ വെള്ളം തിളപ്പിക്കാൻ പോലും നിർവാഹമില്ല. വാഴയ്ക്കത്തോടും അറപ്പത്തോടിന്റെ ഉപതോടുകളും കരകവിഞ്ഞതിനാൽ റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. ഉൾനാടൻ ഗതാഗതം ഇതുമൂലം പൂർണ്ണമായി അവതാളത്തിലായി. ശക്തമായ മഴയെ തുടർന്ന് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളെ കാട്ടൂർ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പാടങ്ങളും തോടുകളും കാനകളും മറ്റും നികത്തിയത് മൂലം പെയ്ത വെള്ളം ഒഴുകിപ്പോകാനാവാത്ത അവസ്ഥയാണ്. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ ക്യാമ്പ് സന്ദർശിച്ചു. അപകടാവസ്ഥയിലായ മധുരംപിള്ളി നടപ്പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തെയും കയ്പമംഗലം നിയോജക മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്നതാണ് മധുരംപിള്ളി പാലം. ഏകദേശം 25 വർഷം മുമ്പ് നാട്ടുകാർ പണം മുടക്കിയാണ് കനോലി കനാലിന് കുറുകെ ഈ പാലം നിർമ്മിച്ചത്. വേണ്ട വിധത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം പാലത്തിന്റെ കൈവരികൾ തകർന്ന് ശോചനീയാവസ്ഥയിലാണ്. പാലത്തെ താങ്ങി നിർത്തുന്ന കോൺക്രീറ്റ് കാലുകൾക്കും കാലപ്പഴക്കം മൂലം കേട് സംഭവിച്ചിട്ടുണ്ട്. സമീപവാസികൾക്ക് നാഷണൽ ഹൈവേയിലേക്ക് എളുപ്പമാർഗം എത്താനും പാലത്തിന് അപ്പുറത്തുള്ളവർക്ക് ഇരിങ്ങാലക്കുടയിലേക്കും സമീപത്തെ വിദ്യാലയങ്ങളിലേക്കും ആശുപത്രിയിലേക്കും എളുപ്പമെത്താനുള്ള മാർഗമാണ് ഈ പാലം. തോമസ് ഉണ്ണിയാടൻ MLA ശോചനീയാവസ്ഥയിലായ പാലം സന്ദർശിച്ചു. പാലം പുനർനിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് MLA അറിയിച്ചു. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂരിൽ വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് മുൻപിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ കമല നെഹ്റു ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും തൃത്തല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത റാലി നടന്നു. പുകയിലയ്ക്കും മദ്യത്തിനും എതിരെയുള്ള സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഏന്തിയായിരുന്നു റാലി. സ്കൂൾ PTA പ്രസിഡന്റ് ജുബുമോൻ വാടാനപ്പള്ളി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ VS രമേശ് പുകയിലയ്ക്കും മദ്യത്തിനും എതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പാൾ KV റോഷ്നി, KK ബാബു, AN സിദ്ധപ്രസാദ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. മഴക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവർക്കായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരോഗ്യവകുപ്പ് അധികൃതർ സന്ദർശിച്ചു. ജില്ലാ ഓഫീസിലെ മുൻ DMO ഡോക്ടർ ദിവാകരൻ, മാസ് മീഡിയ ഓഫീസർ ഡോക്ടർ ഹരിത, DPM ഡോക്ടർ ദിലീപ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡോക്ടർ ചന്ദ്രൻ എന്നിവരാണ് സന്ദർശനം നടത്തിയത്. കാതികോട് നഫീസ മെമ്മോറിയൽ സ്കൂൾ, കയ്പമംഗലം ക്ഷേമോദയം LP സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സന്ദർശനം. ഇവരോടൊപ്പം പെരിഞ്ഞനം CHC സൂപ്രണ്ട് ഡോക്ടർ പ്രവീൺ, ഹെൽത്ത് സൂപ്പർവൈസർ ജമാൽ എന്നിവരും ഉണ്ടായിരുന്നു. ക്യാമ്പുകളിൽ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ പറഞ്ഞു. വ്യാജരേഖ ചമച്ച് ദമ്പതികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചയാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മാടായിക്കോണം സ്വദേശി പള്ളിപ്പാട്ട് ബേബിയെയാണ് ഇരിങ്ങാലക്കുട SI ബിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അയൽവാസിയായ ബീനയുടെയും ഭർത്താവിന്റെയും പേരിൽ കൃത്രിമമായി 4,20,000 രൂപ
തരാനുണ്ടെന്ന് കാണിച്ച് പ്രോമിസറി നോട്ട് തയ്യാറാക്കുകയും തുക ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ ബീന ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബേബി നൽകിയ രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണവില തുടർച്ചയായ രണ്ടാം ദിവസവും താഴ്ന്നു. പവന് 440 രൂപ കുറഞ്ഞ് 19,680 രൂപയായി. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് സ്വർണ്ണവില ഒരു മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഗ്രാമിന് 2,460 രൂപയ്ക്കാണ് കേരളത്തിൽ ബുധനാഴ്ച വിൽപ്പന നടക്കുന്നത്. ചൊവ്വാഴ്ച പവൻ വില 280 രൂപ താഴ്ന്ന് 20,120 രൂപയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചേറ്റുവയിലും അഴീക്കോടും മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 14 പേർക്ക് പരിക്ക്. ചന്ദ്രാപിന്നിയിൽ ദേശീയപാതയിലെ കുഴിയിൽ വീണ് ആംബുലൻസ് മറിഞ്ഞു, 3 പേർക്ക് പരിക്ക്. കനത്ത മഴയിൽ തീരദേശം വെള്ളക്കെട്ടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.